വിനീത, ഇന്ന് സർവകക്ഷി യോഗം അത് ചേരാൻ പോവുകയാണല്ലോ. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു എന്നത് വിശദീകരിക്കും. എപ്പോഴാണ് യോഗം, എന്തൊക്കെയാണ് വിവരങ്ങൾ വിനീത? ഉന്മേഷ്, രാവിലെ 11 മണിക്കാണ് യോഗം ചേരുന്നത്. പാർലമെന്റ് ഹൌസിൽ ചേരുന്ന യോഗത്തിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് മല്ലികാർജ്ജുൻ ഖാർഗെയും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായിരിക്കും പങ്കെടുക്കുക. ഇന്നലെ തന്നെ ഈ ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ രാജ്യം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്ന് പ്രതിപക്ഷ പാർട്ടി നേതാക്കളടക്കം ഒന്നടങ്കം പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ഒപ്പം തന്നെ ഈ കാര്യത്തിൽ ഞങ്ങൾ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിയോജിപ്പുകളൊക്കെ താൽക്കാലികമായി മാറ്റിവെക്കുന്നുവെന്നും കേന്ദ്രത്തിന് പൂർണ്ണ പിന്തുണ നൽകുമെന്നും നേതാക്കൾ വ്യക്തമാക്കിയതുമാണ്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഏതെങ്കിലും തരത്തിൽ ഈ ആക്രമണം തുടരുന്ന മേഖലകളിലൊക്കെ, ഈ പ്രകോപനം തുടരുന്ന മേഖലകളിലൊക്കെ ചില ആശങ്കകളൊക്കെ ഇന്നലെയൊക്കെ ചില നേതാക്കളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ നിർദ്ദേശങ്ങൾ ഒപ്പം തന്നെ അവരുടെ ആശങ്കകളൊക്കെ ഒരുപക്ഷെ ഈ സർവകക്ഷി യോഗത്തിൽ അവർ മുന്നോട്ട് വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പ്രധാനമന്ത്രി യോഗത്തിൽ പങ്കെടുക്കുമോ എന്നുള്ള കാര്യം നമുക്ക് ഇനിയും സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ അതേസമയം പ്രതിരോധ മന്ത്രിയും ഒപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതുവരെ സ്വീകരിച്ച നടപടിക്രമങ്ങൾ ഒപ്പം തന്നെ ഓപ്പറേഷൻ സിന്ദൂർ, ഇനി നേരത്തെ ബൽറാമൊക്കെ സൂചിപ്പിച്ചതുപോലെ ഈ ഷെല്ലാക്രമണമൊക്കെയായി അങ്ങനെ പാകിസ്ഥാൻ തുടരെ ഈ പ്രകോപനവുമായി മുന്നോട്ട് പോകുമ്പോൾ ഏത് തരത്തിൽ അതിനെ നേരിടണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് രാവിലെ ചേർന്ന യോഗത്തിൽ അവർ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതാണെങ്കിലും ഒന്നിച്ച് ഭീകരതയെ നേരിടുക എന്നുള്ളത് തന്നെയാണ്, രാജ്യം ഒറ്റക്കെട്ടായി അതിനൊപ്പം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് എല്ലാ നേതാക്കളും അറിയിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ഇന്ന് രാവിലെ ചേർന്ന യോഗത്തിൽ ചർച്ച ചെയ്യും. ഒപ്പം ഈ അതിർത്തി മേഖലകളിലടക്കം അതീവ ജാഗ്രതാ നിർദ്ദേശം, അത്രയും വലിയൊരു കരുതൽ തന്നെയാണ് രാജ്യത്തിനോടകം തന്നെ സ്വീകരിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രിയൊക്കെ കരസേനാ മേധാവിയും ഒക്കെയായി പ്രതിരോധ മന്ത്രാലയം ഒക്കെ മന്ത്രിയൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഈ അതിർത്തി പങ്കിടുന്ന ജമ്മു കാശ്മീർ ഉൾപ്പെടെയുള്ള ഈ അതിർത്തി പങ്കിടുന്ന, പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾക്കൊക്കെ തന്നെ വലിയ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ്. അവശ്യ വസ്തുക്കൾ അത് എത്രയും വേഗം അത് ശേഖരിച്ചു വെക്കണമെന്നൊരു നിർദ്ദേശം ഇന്നലെ ആഭ്യന്തര മന്ത്രാലയം നൽകിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ BSF അടക്കം കൂടുതൽ സുരക്ഷ ആ മേഖലകളിലൊക്കെ അവരെയൊക്കെ എത്തിച്ച് കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജമ്മു കാശ്മീരിൽ ഇന്നലെ കൺട്രോൾ റൂമുകളടക്കം തുറക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഇങ്ങനെ സസൂക്ഷ്മം സൈന്യം നിരീക്ഷിക്കുകയാണ് ഓരോ മേഖലയും. ഈ പാകിസ്ഥാൻ ഇങ്ങനെ പ്രകോപനം തുടരുമ്പോൾ അതിന് ഏത് രീതിയിൽ മറുപടി നൽകണമെന്നൊരു പൂർണ്ണ സ്വാതന്ത്ര്യം അത് കരസേനാ മേധാവി നൽകിയിട്ടുണ്ട്, സൈനികർക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്ഥിതിഗതികൾ വളരെ സൂക്ഷ്മമായി തന്നെ കേന്ദ്രവും നിരീക്ഷിക്കുന്നുണ്ട്. ഉന്മേഷ്, തുടരുക വിനീത. ബൽറാം നെടുങ്ങാടി വീണ്ടും ചേരുന്നുണ്ട് ജമ്മു കാശ്മീരിൽ നിന്ന്. ബൽറാം, ഇപ്പോൾ ഈ രാജ്യം പുലർത്തുന്ന ഒരു ജാഗ്രതയുണ്ട്. ഈ കഴിഞ്ഞ ദിവസത്തെ രൂക്ഷമായ ഷെല്ലാക്രമണത്തിന് ശേഷം ഇപ്പോൾ അതിർത്തിയിൽ സ്ഥിതിഗതികൾ ശാന്തമാണ് എന്നുള്ളതാണോ? അതിർത്തി മേഖലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള അവധി ഇന്നും തുടരുകയാണല്ലോ ബൽറാം. ഉന്മേഷ, കഴിഞ്ഞ ദിവസം ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ് ജമ്മു കശ്മീരിലെ ഒപ്പം തന്നെ പഞ്ചാബിലെയും രാജസ്ഥാനിലെയും അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന സ്കൂളുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് അവധി പ്രഖ്യാപിച്ചത്. അത് ആദ്യഘട്ടത്തിൽ ഒരു ദിവസത്തെ അവധിയായിരുന്നു. ഒരു മുൻകരുതൽ നടപടി എന്നതിൻ്റെ ഭാഗമായാണ് അത്തരത്തിൽ ഒരു നടപടി എടുത്തത്. കാരണം ഈ കഴിഞ്ഞ ദിവസം ആക്രമണമുണ്ടായ പൂഞ്ച്, ഉറി മേഖലകളിലെല്ലാം തന്നെ നിയന്ത്രണ രേഖയോട് ചേർന്ന സ്കൂളുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. പാകിസ്ഥാനാകട്ടെ യാതൊരു തരത്തിലുള്ള മര്യാദകളും പാലിക്കാത്ത നടപടിയാണ് കഴിഞ്ഞ രാത്രിയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ ഉണ്ടായത്. അതിരൂക്ഷമായ തോതിൽ ജനവാസ മേഖലകളിലേക്ക് ശക്തിയേറിയ ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ ഉൾപ്പെടെ ഉപയോഗിച്ചു പാകിസ്ഥാൻ. ഇതിന് ഈ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു ജാഗ്രതാ നടപടിയുടെ ഭാഗമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ അവധി ഇന്നും തുടരുകയാണ്. അത് കൂടുതൽ ഇടങ്ങളിലേക്ക് കൂടി ഇത്തരത്തിലുള്ളൊരു ജാഗ്രതാ നിർദ്ദേശത്തിൻ്റെ ഭാഗമായി അവധി നൽകാനുള്ള തീരുമാനമാണ് ജില്ലാ അധികൃതർ എടുത്തിരിക്കുന്നത്. അതിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ജില്ലാ കളക്ടർമാർ ഉൾപ്പെടെയുള്ളവർക്ക് നൽകിയിട്ടുണ്ട്. അത് ജമ്മു കാശ്മീരിലെ ആക്രമണമുണ്ടായ പൂഞ്ച്, രജൗരി അടക്കമുള്ള മേഖലകളിൽ മാത്രമല്ല, സമീപ സംസ്ഥാനങ്ങൾ പഞ്ചാബ് കൂടാതെ രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലെ അതിർത്തിയോട് ചേർന്നുള്ള ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇത്തരത്തിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ ഈ വിമാനത്താവളങ്ങൾ, നിർണായകമായ ഇടങ്ങളിലുള്ള വിമാനത്താവളങ്ങളിലുള്ള സിവിലിയൻ ഓപ്പറേഷനുകൾക്കും താൽക്കാലികമായി ഇന്നും സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിൽ തന്നെയായിരിക്കും ഈ വിമാനത്താവളങ്ങൾ
കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുക. ഇതിൽ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ, പ്രത്യേകിച്ച് യാത്രക്കാർക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ഉൾപ്പെടെയുള്ളവ നൽകാനുള്ള നിർദ്ദേശവും കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. അതീവ ജാഗ്രത സൈന്യം പുലർത്തുകയാണ്. അതിർത്തി മേഖലയിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഏത് സമയത്തും ഒരു നീക്കം, അത് അപ്രതീക്ഷിതമായ നീക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ചെറുക്കാൻ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിർത്തി മേഖലകളിലുള്ള വ്യോമ നിരീക്ഷണം ഉൾപ്പെടെയുള്ള ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിലൊരു നടപടി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണെങ്കിൽ അതിനെ അതിശക്തമായി തന്നെ ചെറുക്കുക, തിരിച്ചടിക്കുക എന്നീ നിർദ്ദേശമാണ് സൈന്യത്തിന് നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസം അതിർത്തിയിലുണ്ടായ അതിരൂക്ഷമായ ഷെല്ലാക്രമണം, ജനവാസ മേഖലകളെ കേന്ദ്രീകരിച്ച് നടത്തിയ ഷെല്ലാക്രമണം, അത് 15 ഇന്ത്യൻ പൗരന്മാരുടെ, സാധാരണക്കാരായ ജനങ്ങളുടെ ജീവനെടുത്തിരിക്കുന്നു. ഒരു ജവാൻ വീരമൃത്യു വരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ലാൻസ് നായിക് ദിനേശ് കുമാർ. ഇതിന് കൃത്യമായി തന്നെ പ്രതികരണം നൽകേണ്ടതുണ്ട് എന്ന ഒരു തീരുമാനം സൈന്യത്തിന് ഉണ്ട്. ഇത് ആവശ്യമായ ഘട്ടത്തിൽ, ആവശ്യമായ സമയത്ത് ഇതിന് മറുപടി നൽകാൻ ഉള്ള അനുമതി സൈന്യത്തിന് ലഭിച്ചിട്ടുണ്ട്. ഉന്നത സൈനിക നേതൃത്വം തന്നെ ഇക്കാര്യം അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുന്ന സൈനിക യൂണിറ്റുകൾക്ക് ഉചിതമായ മറുപടി തന്നെ ഇത്തരത്തിലുണ്ടാകുന്ന പ്രകോപനങ്ങൾക്ക് നൽകാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം അതിരൂക്ഷമായ ആക്രമണം, ഷെല്ലാക്രമണം അതിർത്തി മേഖലകളിൽ ഉണ്ടായ ഘട്ടത്തിൽ ഇന്ത്യൻ സൈന്യം കൃത്യമായി പാകിസ്ഥാന്റെ സൈനിക പോസ്റ്റുകൾക്ക് നേരെ പ്രത്യാക്രമണം നടത്തിയ ഘട്ടത്തിലായി പാകിസ്ഥാൻ ഈ ഷെല്ലാക്രമണത്തിൽ നിന്നും താൽക്കാലികമായി പിൻവാങ്ങിയത്. അതിനുശേഷം ഇന്ന് കാര്യമായ ആക്രമണം, കഴിഞ്ഞ ദിവസം അതിരൂക്ഷമായ ആക്രമണമുണ്ടായ പൂഞ്ച് മേഖലയിൽ ഇന്ന് ഏതാണ്ട് സ്ഥിതിഗതികൾ ശാന്തമാണ്. ഇതുവരെയും പുതിയ ആക്രമണം ഉണ്ടായിട്ടില്ല എന്നാണ് മേഖലയിൽ നിന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം എന്നുള്ളത്. എന്നാൽ മറ്റ് വടക്കൻ മേഖലകളിലുള്ള പോസ്റ്റുകൾക്ക് നേരെ നേരിയ തോതിലുള്ള ഇത്തരത്തിൽ ഒറ്റപ്പെട്ട രീതിയിലുള്ള വെടിവെപ്പ് ഉണ്ടായതായി ചില റിപ്പോർട്ടുകളുണ്ട്. അത് സൈന്യം ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. ഇത്തരത്തിൽ ഏത് തരത്തിലുള്ള പ്രകോപനമാണോ ഉണ്ടാകുന്നത് അതിന് ഉചിതമായ ഒരു മറുപടി എന്ന ശൈലിയാണ് സൈന്യം സ്വീകരിക്കുന്നത്. അത് തന്നെ തുടരുക തൽക്കാലത്തേക്ക് എന്നുള്ളതാണ് നിലവിലുള്ള തീരുമാനം. ആവശ്യമെങ്കിൽ കടുത്ത മറുപടി ഇത്തരത്തിൽ നൽകാനുള്ള അനുമതിയും, പൂർണ്ണമായ അനുമതിയും സൈന്യത്തിന് ലഭിച്ചിട്ടുണ്ട്. ഉന്മേഷ്.